ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് യാത്രക്ക് പോവാം കേട്ടോ. വേറെ അങ്ങോട്ടും അല്ല, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ദൃശ്യനെ കാണാനുള്ള പോക്കാട്ടോ. അപ്പോൾ 14 വർഷമായി ഞങ്ങൾ കണ്ടിട്ട്. ഞങ്ങളുടെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചായിരുന്നു. ഇവളാണ് ഞങ്ങളുടെ ദൃശ്യ. ഒത്തിരി ആയിട്ടോ കണ്ടിട്ട്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാണ് അവളുടെ വീട്. ചെറിയൊരു വീടാണ്, നല്ല സൗകര്യമുള്ള നല്ലൊരു വീട്. ഇതാണ് ഞങ്ങളുടെ ദൃശ്യക്കുട്ടി. ഞാനോടൊപ്പം ഇപ്പോൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിരുന്നു. വലിയ ക്ലിയറൊന്നുമില്ല കേട്ടോ, ഉള്ളത് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫിനൂട്ടിനോടെത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. എന്താ തറവാട്ടിലെങ്ങാനും പോയാൽ മതിയായിരുന്നു. അവനിങ്ങനെ അതിലൂടെ മുറ്റത്തൂടെ ഇങ്ങനെ ഓടിക്കളിക്കുക. അമ്മുവാണെ അവൻ്റെ പുറകെ ഓടുന്നത്, അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടോ ഓടിക്കാളൊക്കെ ചെയ്യുന്നത്. അവനക്ക് ഭയങ്കര സന്തോഷമായി അവിടെ പോയിട്ട് കളിക്കാനൊക്കെ. പിന്നെ അവളുടെ അനിയത്തിയാണ് അത്, മോനെ എടുത്തിരിക്കുന്ന. അവൾ കുറച്ച് കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ഇഷ്ടം സമയമല്ലായിരുന്നു. അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അവർക്കൊരു മരണത്തിൻ്റെ ദുഃഖം കാണാൻ പോകണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അമ്മ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ പോവാനൊരുങ്ങി. ഇതാണ് അവളുടെ അമ്മ. അവിടെ ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേലോട്ട് റോഡിലോട്ട് പോയത്. നല്ല സ്ഥലമാണ്, നല്ല സൂപ്പർ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ അവർ പോകുമ്പോൾ ഞങ്ങൾ മേലോട്ട് കയറി. അവിടെ റോട്ട് മേലോട്ട് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത്. അവിടെ ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് അടുത്തടുത്തൊക്കെ. അവിടെയുള്ള ചേച്ചിമാരൊക്കെ ഞങ്ങളങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത്തിരി സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ വേഗം ഇറങ്ങി. മഴക്കാറ് കൂടി കണ്ടപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് മഴ പെയ്ത ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ ദൃശ്യക്കുട്ടിനടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങി. അമ്മു കുഞ്ഞിനെയായിട്ട് റോഡിലോട്ട് പോയി. ഞങ്ങളിതാ തിരിച്ചു പോവാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ആ വിഷമം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ എടുത്തങ്ങോട്ട് തീർത്തു. തൊട്ട് 7 വരെ ഞാൻ പഠിച്ച സ്കൂള് പുത്തൂർ സ്കൂള്. ഇതിപ്പോഴാണ് വാർപ്പാക്കിയത്. അന്ന് ഞങ്ങൾ ഓടിട്ടൊരു സ്കൂളായിരുന്നു. മുറ്റത്തൊക്കെ മരങ്ങളും ചെടികളും നിറഞ്ഞിട്ടുള്ള നല്ലൊരു ഇതായിരുന്നു. ഇപ്പോൾ ഇത് വാർപ്പാക്കി മാറ്റി. ഇത് പകുതിയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ 1 തൊട്ട് 4 വരെ ക്ലാസ്സായിരുന്നു. ബാക്കി ക്ലാസ് അവിടെയായിരുന്നു. പിന്നെ ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പം. അന്ന് നല്ല ഒരു തണുത്ത നല്ലൊരു ഇതായിരുന്നു. നിറയെ മുറ്റുണ്ടായിരുന്നു ചുറ്റിലും ഓടി കളിക്കാനൊക്കെ. ഇതിൻ്റെ ഓപ്പോസിറ്റൊക്കെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു കഥകളൊക്കെ ഉള്ള, പണ്ടത്തെ പ്രേതകഥയുള്ള നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. ഒരു പൂട്ടിക്കിടന്നൊരു കെട്ടിടം ഉണ്ടായിരുന്നു അവിടെ, ഒരു വീട്. പണ്ടത്തെ എല്ലാ ഓർമ്മകളും ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ ഓർമ്മ പുതുക്കൽ വന്നു. കുറച്ച് സമയം ഞങ്ങളുടെ സ്കൂളും പരിസരമൊക്കെ ഒന്ന് നോക്കി നിരീക്ഷിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു പോവുകയാണ്. ഒത്തിരി നേരം വൈകിയിരുന്നു. അപ്പം ആദ്യം അമ്മൂനെ ഇറക്കണം.
അമ്മൂനെ ഇറക്കാനുള്ള സ്ഥലത്തി. ഇവിടെ തന്നെ ഞങ്ങളുടെ വീട്, പിന്നെ പഴയ വീട് കേട്ടോ. ഇപ്പോഴും വീട് അവിടെ ഉണ്ട്, വാടക കൊടുത്തിരിക്കാം. ഇതിൽ ഞങ്ങൾ നടന്നു പോകുന്ന സ്ഥലമായിരുന്നു. ഞാനും അനിയനും അവളും ഒക്കെ കൂടി ഞങ്ങൾ നടന്നായിരുന്നു സ്കൂളിലോട്ട് പോകുക. അവിടെ ബസ് ജീപ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓരം ചേർന്ന് ഇപ്പോഴും കുഞ്ഞുമക്കളൊക്കെ നടന്നു പോകുന്നത് കാണാം കേട്ടോ, വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയം. ഇനി അമ്മൂനെ ഇറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവളെ ഇറക്കിയിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ അമ്മൂൻ്റെ സ്ഥലത്തി, അവളവിടെ ഇറക്കി. ഞങ്ങൾ വണ്ടി മെല്ലെ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിപ്പോരും. ഒരു കയറ്റത്തിലേക്ക് അമ്മൂൻ്റെ വീട്, ഇനി ഒരു ഇറക്കമുള്ളത്. അങ്ങനെ അവിടെ നിന്ന് അമ്മൂൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞു, ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ഞങ്ങൾ വരുന്ന വഴിക്ക് ദൃശ്യൻ്റെ വീട്ടിൽ നിന്ന് ചെടികളൊക്കെ പറിച്ചായിരുന്നു കേട്ടോ, അത് അവളെ കയ്യിലുള്ളത്. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കുഞ്ഞ് വീഡിയോസാണ്. ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. കുഞ്ഞഹമ്മദ് ബാഗിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തായിരുന്നു കേട്ടോ, അതിതാ ഇടുന്നുണ്ട്.